നമസ്കാരം. കോൺഗ്രസ് പട്ടിക അടുപ്പത്താണ്. പാകമാവാൻ അല്പനേരം കൂടിയെടുക്കും. മിടുമിടുക്കരായ ചുണക്കുട്ടികളുടെ പട്ടികയാണ് പുറത്തുവരികയെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മത്സരിക്കുന്ന ചുണക്കുട്ടികളിൽ ഉമ്മൻചാണ്ടിയില്ല, KC വേണുഗോപാലില്ല, മുല്ലപ്പള്ളിയുമില്ല. മോദിയെ താഴെയിറക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യമെങ്കിലും ത്രിമൂർത്തികളുടെ ദൗത്യം അതിലും മീതെയാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന മേഖല കേരളമാണെന്ന് ചെന്നിത്തലയ്ക്ക് തന്നെ പറയേണ്ടി വന്നു. മുല്ലപ്പള്ളിക്ക് പാർട്ടിയെ നയിക്കണം. KC വേണുഗോപാലിനാകട്ടെ മുഴുവൻ തെരഞ്ഞെടുപ്പിന്റെയും ചുമതലയാണ്. ആലപ്പുഴയിൽ മത്സരിച്ച് കളയാൻ സമയമില്ല അദ്ദേഹത്തിന്. ഏത് മിടുക്കരെ നിർത്തണമെന്ന നിശ്ചയമില്ലാത്ത വയനാട്, വടകര, ഇടുക്കി, എറണാകുളം മണ്ഡലങ്ങളിൽ 2ഉം 3ഉം പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. മോദിയെ താഴെ ഇറക്കാനാണ് പോരാട്ടമെങ്കിലും ഗ്രൂപ്പ് വിട്ടൊരു പോരാട്ടമില്ല കോൺഗ്രസിന്. സിദ്ദിഖിന് സീറ്റ് വേണമെന്ന കടുംപിടുത്തത്തിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ട് പോലും ഉമ്മൻചാണ്ടി ഡൽഹിക്ക് പോയില്ല. KV തോമസ് എറണാകുളത്ത് 3ാം അംഗം സ്വപ്നം കാണുമ്പോൾ ഹൈബി എന്ന യുവരക്തത്തെ ഇറക്കിയാണ് എതിർപക്ഷം. 6 സിറ്റിംഗ് MLA-മാരെയും 2 ജില്ലാ സെക്രട്ടറിമാരെയും ഇറക്കി മുൻതൂക്കം നേടിയ LDF-നെ നേരിടാൻ കോൺഗ്രസിന് പ്രധാന നേതാക്കൾ വേണ്ട എന്നാണ്. സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്: പ്രമുഖരില്ലാതെയോ പോരാട്ടം? CPM സംസ്ഥാന സെക്രട്ടറി അംഗം മാനത്തല വട്ടമാനന്ദൻ, KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, BJP വക്താവ് JR പത്മകുമാർ എന്നിവർ ചർച്ച. പ്രമുഖരില്ലാതെയോ പോരാട്ടം സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുകയാണ്. ചർച്ചയിലേക്ക് പോകും മുമ്പ്, അതിഥികളിലേക്ക് പോകും മുമ്പ്, ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചർച്ച ഏത് ഘട്ടത്തിലെത്തിയെന്ന് പറയാൻ രാജേഷ് കോയിക്കലുണ്ട്. രാജേഷ് കോയിക്കലേക്ക്. രാജേഷ്, ചർച്ച ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? അല്പസമയത്തിനകം പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ? 6:30-ക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ജൻപത്തിലെ 10ാം നമ്പർ വസതിയിൽ, അതായത് സോണിയാഗാന്ധിയുടെ വസതിയിൽ ആരംഭിച്ചത്. എന്തായാലും ആദ്യം ഛത്തീസ്ഗഡിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇതിനുശേഷം കേരളം ഉൾപ്പെടെയുള്ള 2 സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണ്ണയം കൂടി നടക്കേണ്ടതുണ്ട്. എന്തായാലും 2 ദിവസത്തിനിടെ 3 തവണയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ഡൽഹിയിൽ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ 13 മണ്ഡലങ്ങളിൽ ഒറ്റ പേരുകളുള്ള പട്ടികയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് കാസർഗോഡ് B. സുബ്ബറായി, കണ്ണൂർ K. സുധാകരൻ, കോഴിക്കോട് MK രാഘവൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, തൃശൂർ TN പ്രതാപൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, പത്തനംതിട്ട ആന്റോ ആന്റണി, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരം ശശി തരൂർ, ഇടുക്കി ഡീൻ കുര്യാക്കോസ് എന്നീ 13 മണ്ഡലങ്ങളിലെ പേരുകൾ, അതായത് ഒറ്റ പേരുകൾ മാത്രമാണ് ഈ പട്ടികയിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം 3 മണ്ഡലങ്ങളിൽ 1-ൽ കൂടുതൽ പേരുകൾ എന്തായാലും ഈ പട്ടികയോടൊപ്പം ചേർത്തിട്ടുണ്ട്. വടകരയിൽ വിദ്യാ ബാലകൃഷ്ണൻ, T. സിദ്ദീഖ്, ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ പേരുകളാണ് പാനലിലുള്ളത്. വയനാട് ഷാനിമോൾ ഉസ്മാൻ, ഒപ്പം തന്നെ T. സിദ്ദീഖ്, VV പ്രകാശ്, അബ്ദുൾ മജീദ് എന്നിവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. എറണാകുളത്ത് KV തോമസ്, ഹൈബീഡൻ എന്നിവരുടെ പേരുകളാണ് ഈ പട്ടികയിലുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, 3 മണ്ഡലങ്ങളിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. അതായത് വയനാട്ടിലെയും ഇടുക്കിയിലെയും സീറ്റുകൾ തമ്മിൽ ചെറിയ തോതിൽ തർക്കമുണ്ടായിരുന്നു. എന്നാൽ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഒരുപക്ഷെ ഒടുവിൽ ഒരു സമവായം എന്ന നിലയിൽ വയനാട് T. സിദ്ദീഖ് മത്സരിക്കാനാണ് സാധ്യത. വടകരയിൽ വിദ്യാ ബാലകൃഷ്ണനും സാധ്യതയേറുന്നുണ്ട്. അതേസമയം എറണാകുളത്ത് KV തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അല്പം മങ്ങലേറ്റിട്ടുണ്ട്. കാരണം പ്രാദേശിക എതിർപ്പുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈബീഡന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരുപക്ഷെ 10 മണിക്ക് ശേഷം മാത്രമായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി പുറത്തുവരിക. തീരുമാനം നീളുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ രാജേഷ് കോയിക്കൽ നൽകുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ രാജേഷ് പങ്കുവച്ചത്. ഇപ്പോൾ അല്പം മുമ്പ് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. എന്തുകൊണ്ട് അദ്ദേഹം മത്സരത്തിനില്ല എന്നതിന് അദ്ദേഹത്തിന് നടത്തിയ പ്രതികരണത്തിലേക്ക്. ഞാൻ ഇഷ്ടപ്പെടുത്തത് നിങ്ങളാ, അല്ലാതെ കോൺഗ്രസോ ഞാനോ ഒന്നുമല്ല. പിന്നെ ഒരു കാരണവശാലും ഞാൻ മത്സരത്തിനില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധരിച്ചിരിക്കുന്നത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ആണ്. സാധാരണ വൈകുന്നത് പോലെ വൈകുന്നു എന്നുള്ള ഉത്തരവുള്ളൂ. കാരണം കോൺഗ്രസിന്റെ ലിസ്റ്റ് സാധാരണ 12 മണിക്കാണ് രാത്രി വരുന്നത്. അങ്ങനെ ഒരു കീഴ്വഴക്കം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ തർക്കങ്ങളല്ലല്ലോ. കമ്മിറ്റിയുടെ മുമ്പിൽ 1-ൽ കൂടുതൽ പേരുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മിടുമിടുക്കരായ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് വരാൻ പോകുന്നതെന്നാണ് നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഈ മിടുമിടുക്കറിൽ ഉമ്മൻചാണ്ടിയില്ല, KC വേണുഗോപാലില്ല, മുല്ലപ്പള്ളിയില്ല. എന്തുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഒഴിവായി?
അല്ല, ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേര് ഈ പട്ടികയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ മാധ്യമങ്ങളാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും അദ്ദേഹം മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം മത്സരിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ പൊതുവായി വന്നിരിക്കുന്ന തീരുമാനം അദ്ദേഹം ഉൾപ്പെടെ KPC പ്രസിഡന്റ് ഉൾപ്പെടെ അതുപോലെ KC വേണുഗോപാൽ ഉൾപ്പെടെ മത്സരിക്കേണ്ടതില്ല എന്നാണ്. അതിനടിസ്ഥാനപരമായ കാരണങ്ങളുമുണ്ട്. ശ്രീ KC വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം ദേശീയ തലത്തിലെ ഉന്നത പദവിയിലേക്ക് എത്തിയതിനു ശേഷം ACC ജനറൽ സെക്രട്ടറിയായി, അതിനുശേഷം കർണാടകയുടെ ചുമതലയായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം സംഘടനാ ചുമതല വന്നതിന് ശേഷം സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് മത്സരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ആ സംഘടനാ ചുമതല കിട്ടിയപ്പോൾ തന്നെ നമ്മളെല്ലാവരും വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കല, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത അത്രയും വലിയ ചുമതല, സംഘടനാ ചുമതല KC വേണുഗോപാലിനുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നിങ്ങൾക്ക് വിശദീകരിക്കാനാവുന്നത്? എന്താ സ്മൃതി പോളിറ്റിക്സ് അറിഞ്ഞുകൂടാത്തപോലെ സംസാരിക്കുന്നത്? രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റായി മത്സരിക്കുമ്പോൾ അദ്ദേഹം മത്സരിക്കുക തന്നെ ചെയ്യും. ഇവിടെ സംഘടനാ ചുമതലയുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് സ്മൃതിക്ക് അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഇത്തരത്തിൽ നടക്കുന്ന സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിലും കൃത്യമായി പങ്കെടുക്കേണ്ട ഏകയാൾ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി തന്നെയാണ്. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ഓഫീസ് വർക്കുകളുമായി ബന്ധപ്പെട്ട് നിരവധി ഉത്തരവാദിത്തങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ടതുണ്ടെങ്കിൽ അവിടെ പോകേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹമാണ്. നിരവധി ഉത്തരവാദിത്തങ്ങളാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളത്. അപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് ഒരു കാരണവശാലും ഡൽഹി വിട്ട് പുറത്തു പോകുക പോലും അപ്രായോഗികമാണ്, ഈ പ്രത്യേകിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ. അതുപോലെ തന്നെ ശ്രീ മുല്ലപ്പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹം KPCയുടെ പ്രസിഡന്റ് ആയപ്പോൾ തന്നെ പറഞ്ഞതാണ് ഞാൻ മത്സരിക്കാനില്ല എന്ന്. അദ്ദേഹത്തോട് അങ്ങോട്ട് നിർബന്ധിച്ചു, ആവശ്യപ്പെട്ടു മത്സരിക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ആദ്യം മുതൽ തന്നെ ഒരേ നിലപാടിലായിരുന്നു. KPC പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കുള്ള പ്രശ്നം, അവർ മറ്റു പദവികൾ വഹിക്കുമ്പോൾ ആ പദവിയോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് ജനങ്ങളോട് നീതി പുലർത്താൻ കഴിയില്ല എന്ന ഉത്തരവാദിത്തത്തിൻ്റെ പുറത്ത് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന് ACC ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ഇവിടുത്തെ MLA ആണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം കർണാടകയുടെ ചുമതല, ആന്ധ്രയുടെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം 40-48 വർഷമായി ഇന്നുവരെ അദ്ദേഹത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഇത്തരത്തിൽ ചർച്ച കൊണ്ടുപോയിട്ടില്ല. ഇതാണ് പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യമാണെന്ന് നിങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ളവരല്ലേ, UDF-ലെ മറ്റു കക്ഷികളെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ സീറ്റ് പങ്കുവെക്കുന്നതിൽ 3 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ലീഗിനോടും കേരള കോൺഗ്രസിനോടും ഒക്കെ നിങ്ങൾ പറയുന്നത്, ആവശ്യപ്പെടുന്ന കേരള കോൺഗ്രസിനോട് നിങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം, കൂടുതൽ MP-മാർ, കോൺഗ്രസ് MP-മാർ കേന്ദ്രത്തിൽ വരേണ്ട സാഹചര്യം, നിങ്ങൾക്ക് ഭരണത്തിന് കൂടുതൽ ആളുകൾ അവിടെ എത്തേണ്ട സാഹചര്യം, ഈ സാഹചര്യം വരുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ മാറി നിൽക്കുന്നത് അവരുടെ പ്രവർത്തന മേഖല കേരളത്തിലായതുകൊണ്ട് അല്ലെങ്കിൽ മറ്റു ചുമതലയുള്ളത് കൊണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് വിശദീകരിക്കുക? ഒരു പ്രത്യേക സാഹചര്യമാണല്ലോ മോദി ഇറക്കണ്ടേ താഴെ? സ്മൃതി, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. KPCയുടെ പ്രസിഡന്റ് മത്സരിക്കുന്നതിൽ അദ്ദേഹം KPC പ്രസിഡന്റ് ആയതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ മത്സരിക്കാത്തതെന്ന് അന്വേഷിക്കാത്തത്? അപ്പോൾ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളില്ലേ? കോടിയേരി ബാലകൃഷ്ണൻ മത്സരിക്കണം നിങ്ങൾ പറയുന്നു. LDF സ്ഥാനാർത്ഥി പട്ടികകളെക്കുറിച്ച് പറയുന്നത് എന്താണ്? കോടിയേരി ബാലകൃഷ്ണൻ മത്സരിക്കാത്തത്? സംസ്ഥാനത്ത് നിന്ന് 4 പോൾ ബ്യൂറോ അംഗങ്ങളുണ്ടല്ലോ, ഒരാൾ പോലും മത്സരിക്കാത്തത് എന്താ? നിങ്ങൾ എന്താ അതിനെക്കുറിച്ച് ചോദിക്കാത്തത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറഞ്ഞ അല്ലെങ്കിൽ CPM ഇപ്പോൾ കേന്ദ്രത്തിൽ പോയി എന്ത് ചെയ്യാൻ, അവരെത്രയുണ്ട് അങ്ങോട്ട് എത്തിയിട്ട്, അവർക്ക് അവിടെ എത്ര പ്രാതിനിധ്യമുണ്ട് എന്ന് നിങ്ങൾ പരിഹസിക്കുന്ന ഒരു വസ്തു. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, നിങ്ങൾ കേന്ദ്രത്തിൽ എത്തേണ്ടവരാണ്. നിങ്ങൾക്കൊരു പ്രത്യേക സാഹചര്യമുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കല, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രത്യേക സാഹചര്യമുണ്ട് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ഈ വാദം എങ്ങനെ നിൽക്കുമെന്നാണ് ചോദ്യം. അതിലേക്കാണ് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് ചില പരിമിതികളുണ്ട് ഇപ്പോൾ സംസാരിക്കാൻ. കാരണം പട്ടിക വരാത്തതുകൊണ്ടാണ്. പട്ടിക വന്നാൽ ഓരോ പേരും വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. ശ്രീ ശശി തരൂരിനെ സംബന്ധിച്ച് ആൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ഉറപ്പായ പേരുകളിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്ന വയനാടും ഇടുക്കിയിൽ ഇപ്പോൾ ഡീനാണെന്ന് കേൾക്കുന്നു. വയനാട്, വടകര, എറണാകുളം. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഈ കോൺഗ്രസിൻ്റെ പട്ടികയിൽ നിങ്ങളിപ്പോൾ പറയുന്നത് വയനാട്ടിൽ ശ്രീ MI ഷാനവാസ് അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ടാണ് അവിടെ ഒരു ബൈ ഇലക്ഷൻ ഒരു പുതിയ സ്ഥാനാർത്ഥി വേണ്ടി വരുന്നത്. ആലപ്പുഴയിൽ ശ്രീ KC വേണുഗോപാൽ ഇത്തരത്തിൽ ഉത്തരവാദിത്വം വന്നതുകൊണ്ട് അദ്ദേഹം മാറുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ച് KPC പ്രസിഡന്റായിട്ട് അദ്ദേഹം മാറുന്നു. ഈ 3 സീറ്റിനെ സംബന്ധിച്ചല്ല നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാ സീറ്റുകളെ സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്ത് നോക്കൂ. ആ 3 സീറ്റിലേക്കും വരാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ. ആ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ തീർച്ചയായും അവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇനി നിങ്ങളിനി എന്തിൻ്റെ പേരിൽ പറഞ്ഞാലും അവിടെ ഞങ്ങളെ സംബന്ധിച്ച് 20 സീറ്റ് നേടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശ്രീ ജ്യോതികുമാർ ചാമക്കല, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇവിടെ കാര്യങ്ങൾ വഹിക്കുന്നു, ഒരു മുൻതൂക്കം നഷ്ടപ്പെടുത്തി എന്നുള്ള അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങളോ മാധ്യമപ്രവർത്തകരോ, നേരത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞ മാധ്യമപ്രവർത്തകരാണ് ഉമ്മൻചാണ്ടിയുടെ പേര് പറയുന്നത്, മാധ്യമപ്രവർത്തകരല്ല, കാര്യങ്ങൾ വഹിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇനിയും വഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി തന്നെയാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, തെറ്റാണ്. രാഹുൽ ഗാന്ധി എവിടെയാ പറഞ്ഞത്? കേരളത്തിലെ കാര്യങ്ങൾ വഹിക്കുന്നു, പുറത്ത് പ്രസംഗിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടായി സംസാരിക്കുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 3ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
കോൺഗ്രസിനെ സംബന്ധിച്ച്. ഞങ്ങൾക്ക് CPM-നെ പോലെ AK സെന്ററിൽ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞങ്ങളുടെ 3ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഞങ്ങൾക്ക് പ്രയോറിറ്റി വേറെയുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ LDF മുൻകൂട്ടി അവർ ധരിച്ചെന്താണ്, ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പറഞ്ഞാൽ അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയി. അവർ പോയി അവർ ചെകുത്താനും കടലിനടക്കി നിൽക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, അതിലേക്ക് വരാം. 2014 ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 2014 തെരഞ്ഞെടുപ്പ് നടന്നത് സ്മൃതിക്ക് ഏപ്രിൽ 10-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് മാർച്ച് മാസം 12-ാം തീയതിയാണ്. എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒരു 28 ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ ഇനിയുണ്ട് 38 ദിവസം ഞങ്ങളുടെ മുമ്പിൽ. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ടാണ് പ്രാവശ്യം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നതും പ്രഖ്യാപിക്കാൻ പോകുന്നതും. അത് തന്നെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ഒട്ടും വൈകിട്ടില്ല. നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും അല്പം വൈകിയാലും ശക്തമായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരും. നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ ചുണക്കുട്ടികളാണ് വരാൻ പോകുന്നത്. ആശങ്കയുണ്ടോ? കേരളത്തിലുള്ളവരിലെ ചുണക്കുട്ടികൾ ഇവരെല്ലാം നമ്മൾ ഈ കേട്ട പേരുകളെല്ലാം നമ്മൾ കണ്ടവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ചുണക്കുട്ടി വന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ വിധി കോൺഗ്രസിന് അനുകൂലമാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കോൺഗ്രസും അതുപോലെ BJP-യും എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം, അതാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാനം. അവരുടെ നയവും പരിപാടിയും രണ്ടു കൂട്ടരും ഭരണം നടത്തിയതിൻ്റെ തിക്തഫലം അനുഭവിച്ചറിഞ്ഞവരാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ, വിശേഷിച്ച് കേരളത്തിലെ ജനങ്ങൾ. ആ നയത്തിനെതിരായിട്ടുള്ള സമരമാണ് 5 വർഷക്കാലത്തെ മോഡി ഭരണത്തിനെതിരായിട്ടുള്ള സമരം. കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന ജനദ്രോഹ നയങ്ങൾ, അതുപോലെ തന്നെ അവരിപ്പോൾ ഏതാണ്ട് വർഗീയതയും അവരുടേത് കൂടിയാണെന്ന് അവകാശപ്പെട്ടു വരുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു സ്ഥാനാർത്ഥി വന്ന ആ നയത്തെ മാറ്റാൻ സാധിക്കില്ല. ആ പാർട്ടി UDF-ൻ്റെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും നയത്തിനെതിരായി ഞങ്ങളുടെ സ്ഥാനാർത്ഥി നടത്തി മത്സരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി നമ്മുടെ മലമറിക്കാനൊന്നും പോകുന്നില്ല. ഈ കാര്യത്തിൽ ജനങ്ങളുടെ ഖണ്ഡിതമായ കോൺഗ്രസിന് എന്തിനു വോട്ട് ചെയ്യണം? ഇപ്പോൾ അങ്ങനെ മലമറിക്കാൻ പോകാത്ത ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് MLA-മാരെയൊക്കെ നിർത്തി MLA-മാരെ തന്നെ ഇറക്കാൻ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്? ഞങ്ങൾക്ക് MLA-മാരെ ഇറക്കാം, MP-മാരെ ഇറക്കാം, ഒരു സ്ഥാനമില്ലാത്തവർ നിർത്താം. എന്താ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾ നിർത്താമല്ലോ. MLA-മാർത്തിയാണ് എന്താ കുഴപ്പം? ആരെങ്കിലും MLA-മാരെ നിർത്താതിരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് MLA-മാരെ നിർത്തിയാൽ അവർ ജയിച്ചു പോയാൽ ആ സീറ്റുകളിലൊക്കെ നമുക്ക് ജയിക്കുമെന്ന് വിശ്വാസം. നോ. ഞങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥി വന്നാലും നേരിടാൻ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ള സ്ഥാനാർത്ഥികൾ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികളിൽ നിന്ന് അവരല്ല വേറുള്ളവർ നിൽക്കുന്ന MLA-മാരല്ലാത്തവർ നിൽക്കുന്നിടത്ത് ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പോവുകയാണ്. ശ്രീ JR പത്മകുമാർ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ താങ്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം താങ്കളുടെ പാർട്ടിയിലും ഒരു തീരുമാനമായിട്ടില്ല. അതും പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിന്, ഒരു മണ്ഡലത്തിന് വേണ്ടിയിട്ട് കടുംപിടുത്തം തുടരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു, അതിലേക്ക് പോയി. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. 3 സീറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ടുള്ള അറിയിപ്പ് ഒരു മണിക്കൂറിൽ കിട്ടുന്നതാണ്. വയനാട്, ആലപ്പുഴ ആൻഡ് ആറ്റിങ്ങൽ, ഈ 3 സീറ്റുകൾ തീരുമാനമായിട്ടില്ല. എന്തായാലും തർക്കം, ഒരു തർക്കവുമില്ല. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു. അതിന്റെ തർക്കം അതിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി മാത്രമാണ് തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഈ 3 സീറ്റുകൾ മാറ്റിവെക്കുന്നത്? കാരണം പറയാമോ? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിസ്കഷൻ ആവശ്യമുള്ളത് കൊണ്ട് അത് കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കുകയാണ്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നും. ഇനി CEC കൂടേണ്ട കാര്യമില്ല. ആകെ കേരളത്തിൽ മൊത്തം 20 സീറ്റാണ്. 4 എണ്ണം ഘടകകക്ഷികൾ മത്സരിക്കുന്നു, 2 എണ്ണം മുസ്ലിം ലീഗ് മത്സരിക്കുന്നു, 1 കേരള കോൺഗ്രസ് M മത്സരിക്കുന്നു, 1 RSP മത്സരിക്കുന്നു. പറഞ്ഞു ബാക്കി 16 സീറ്റിലും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥികളായിരിക്കും. KPCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ 16 സീറ്റിൽ 13 സീറ്റിലെ ഈ സ്ഥാനാർത്ഥികളുടെ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ കൂടിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു അരമണിക്കൂറിനകം AICCയിൽ നിന്ന് റിലീസ് ചെയ്യും. നിങ്ങൾക്ക് ആ ലിസ്റ്റ് കിട്ടും. 3 സീറ്റിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാവുള്ളൂ. കാരണം കുറച്ചുകൂടി ചർച്ച ആവശ്യമുണ്ടെന്നുള്ളത് കൊണ്ടാണ്. വേറെ ഒരു തർക്കവും അതിനെ സംബന്ധിച്ചില്ല.
ദയവായി ആ തർക്കമെന്ന് നിങ്ങൾ കൊടുക്കരുത്. യാതൊരു തർക്കവുമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽ ആയി ഞങ്ങൾ മാത്രമാണ് ഇതിലുണ്ടായിരുന്നത് ഇലക്ഷൻ കമ്മിറ്റിയിൽ. അപ്പോൾ കുറച്ച് ആളുകളോട് കൂടി സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഇത് മാറ്റിവെച്ചിട്ടുള്ളത്. അത് നാളെ തന്നെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തീരുമാനിക്കപ്പെടും എന്നുള്ളതാണ് വിശ്വാസം. സിറ്റിംഗ് എംപിമാരെല്ലാം തുടരുമോ? അതെല്ലാം നിങ്ങൾക്ക് അരമണിക്കൂറിനകം കിട്ടുമല്ലോ. എന്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്? സീറ്റുകളിൽ ഉമ്മൻചാണ്ടിയുടെ താല്പര്യം കൂടി അറിയാൻ വേണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുമായിട്ട് ഞങ്ങൾ സ്ക്രീനിംഗ് കമ്മിറ്റി സംസാരിച്ച് ഞങ്ങൾ 3 പേരും കൂടെ എടുത്ത ഏകകണ്ഠമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ലിസ്റ്റ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി പോയിട്ടുള്ളത്. അദ്ദേഹത്തിനെ ആന്ധ്രയിലേക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അയച്ചതാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ ഉണ്ടാകാതെ പോയത്. ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഇപ്പോഴും ഫോണിൽ സംസാരിച്ചു. അദ്ദേഹവുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. കേരളത്തിലെ കോൺഗ്രസ് ഒരുമിച്ച് മുന്നോട്ട് പോകും. ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ചില കാര്യങ്ങളിൽ കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമുള്ളത് കൊണ്ട് അത് 3 പെൻഡിംഗ് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഘട്ടത്തിൽ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പേര് പ്രഖ്യാപിക്കാതിരിക്കുന്നത് KPCCയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി. ആര് പറഞ്ഞു? നിങ്ങൾ കൊച്ചുകുട്ടികളായിട്ട് ഇതിനകത്ത് യുവാക്കൾക്കും സ്ത്രീകൾക്കും ഉള്ള വനിതകൾക്കും ഉള്ള പ്രാതിനിധ്യം എത്രയുണ്ടെന്ന്. See, there are total 20 seats in Kerala, and today the Central Election Committee, headed by Sri Rahul Gandhi, the Congress President, has approved 13 names from Kerala. 13. Because we have given 4 seats to our allies in the UDF. Our rest 16 seats are for the Congress Party. Among the 16 seats, the Central Election Committee has decided 13 seats. 3 are pending. 4 more informations and more it is pending. By tomorrow evening it will be also clear. ഈ 3 സീറ്റുകളിലെ ഈ ക്ലിയർ ചെയ്ത 13 സീറ്റുകളിൽ എത്ര വനിതാ സ്ഥാനാർത്ഥികളുണ്ട്? അത് ഞങ്ങൾക്ക് പറയാൻ അധികാരമില്ല. It is the primary duty of the Congress High Command to release the list. It is absurd that if we will do and we will announce, it is not correct. It is not the procedure. The procedure will be followed by the AICC. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷമാണ്. 3 ഇടങ്ങളിൽ തർക്കം നിലനിൽക്കുന്നു. തർക്കം എന്ന വാക്ക് ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം പറയുമ്പോഴും വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളാണ് നേരത്തെ പറഞ്ഞു കേട്ട മണ്ഡലങ്ങളല്ല. വടകരയിൽ ആര് എന്നുള്ള ചോദ്യം ഇപ്പോൾ നിൽക്കുന്നു. ആലപ്പുഴ, ആറ്റിങ്ങൽ, വയനാട് മണ്ഡലങ്ങളിലാണ് തർക്കം നിലനിൽക്കുന്നത്. അതിന്മേൽ തീരുമാനം നാളെ രാഹുൽ ഗാന്ധിയാണ് ആ തീരുമാനം പ്രഖ്യാപിക്കുക. ഏതായാലും സ്ഥാനാർത്ഥി പട്ടിക 13 ഇടത്തെ സ്ഥാനാർത്ഥി പട്ടിക 13 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം തന്നെ പുറത്തിറക്കും എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഞാൻ രാജേഷ് കോയിക്കലെ പ്രതീക്ഷിക്കുകയാണ്. രാജേഷ് ഉണ്ടോ ലൈനിൽ? രാജേഷ്, ഇപ്പോൾ 3 ഇടത്ത് തർക്കം നിലനിൽക്കുന്നു. 3 ഇടത്ത് തീരുമാനമായില്ല, നാളെ തീരുമാനമാവുകയുള്ളൂ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അപ്പോഴും നമുക്ക് മറ്റിടങ്ങളിൽ ആരൊക്കെ എന്നുള്ള ചിലയിടത്തെ സംശയമുണ്ട്. വടകരയിൽ ആരാണ്? ഇപ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ആറ്റിങ്ങൽ, ഒപ്പം തന്നെ ആലപ്പുഴ, വയനാട് സീറ്റുകളിലാണ് ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നത്. ബാക്കി 13 സീറ്റിലും എന്തായാലും കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ആറ്റിങ്ങലിൽ നേരത്തെ കേട്ടിരുന്ന പേര് അടൂർ പ്രകാശിൻ്റെതാണ്. ഷാനിമോൾ ഉസ്മാനാണ് ആലപ്പുഴയിൽ പറഞ്ഞു കേട്ടിരുന്നത്. ഒരുപക്ഷെ ഈ 2 സീറ്റുകളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് ആറ്റിങ്ങലിൽ നിന്നും അടൂർ പ്രകാശ് ആലപ്പുഴയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആറ്റിങ്ങലിൽ ആര് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. എന്തായാലും വയനാട് നമുക്കറിയാം, നേരത്തെ തന്നെ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. അതായത് അവിടെ പ്രധാനമായും 4 പേരുകളാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഒന്ന് ടി സിദ്ദിഖ്, മറ്റൊന്ന് ഷാനിമോൾ ഉസ്മാൻ, കൂടാതെ VV പ്രകാശ്, അബ്ദുൽ മജീദ് എന്നിവരുടെ പേരുകളാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. അതേസമയം വടകരയുടെ കാര്യത്തിൽ അതായത് അതിലും 3 പേരുകളാണ് നിർദ്ദേശിച്ചിരുന്നത്. ടി സിദ്ദിഖിന് പുറമെ വിദ്യാ ബാലകൃഷ്ണന്റെ പേരും ഷാജിമോൾ ഉണ്ണിത്താന്റെ പേരും പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, 13 സീറ്റുകളിൽ എന്തായാലും സ്ഥാനാർത്ഥികളായിരിക്കുന്നു. 3 സീറ്റുകളിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. വടകര ഒരു പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് വിദ്യാ ബാലകൃഷ്ണന് സാധ്യത ഏറുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും 3 സീറ്റുകളുടെ കാര്യത്തിൽ നാളെ മാത്രമേ തീരുമാനമുണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ നാളെ രാവിലെ ചില അനൗപചാരിക കൂടിക്കാഴ്ചകൾ നേതാക്കൾ നടത്തിയേക്കും. ഇതിനുശേഷം വൈകുന്നേരം CEC ചേരുന്നുണ്ട്. ഇതിലായിരിക്കും ഈ 3 സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനം പുറത്തുവരിക. രാജേഷ്, ഇപ്പോൾ വടകരയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ടോ വിവരം?
വടകരയുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നത് 3 പേരുകൾ തന്നെയാണ്. വിദ്യാ ബാലകൃഷ്ണനുമായിട്ട് നേരത്തെ ഡൽഹിയിലുള്ള നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ LDF സ്ഥാനാർത്ഥി കരുത്തനായ P ജയരാജനാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്നായിരുന്നു പൊതുവികാരമുണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈഴവ പ്രാതിനിധ്യം എന്ന തരത്തിലാണ് വിദ്യാ ബാലകൃഷ്ണനെ പരിഗണിച്ചിരുന്നത്. അവരുടെ ഡൽഹിയിലുള്ള നേതാക്കൾ അവരുടെ അക്കാര്യത്തിലുള്ള അഭിപ്രായം ആരായുകയും ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരുപക്ഷെ വിദ്യാ ബാലകൃഷ്ണൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാവുക എന്ന് തന്നെയാണ്. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ 13 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തത വരും. അരമണിക്കൂറിനുള്ളിൽ വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് പോകണം. ജ്യോതി, ഇപ്പോൾ വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ തർക്കം എന്ന വാക്ക് ഉപയോഗിക്കുന്നെങ്കിലും ഇപ്പോഴും തീരുമാനമാകാതെ നിൽക്കുന്നു. അതിൽ വയനാട്ടിൽ 3 പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. അല്ല, നിങ്ങൾ പറഞ്ഞതുമായിട്ട് യാതൊരു ഒരിക്കലും കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല എന്ന് നമുക്കിപ്പോൾ ബോധ്യമാവുകയാണ്. കാരണം നിങ്ങൾ ഒരിക്കൽ പോലും പറയാത്ത പേരുകൾ ആറ്റിങ്ങിലും ഈ പറയുന്ന ആലപ്പുഴയും അവിടെയൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണ് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചർച്ചകൾ നടന്നിരിക്കുന്നു, 13 സീറ്റിലെ കാര്യങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു, മറ്റ് ചില കൂടിയാലോചനകൾ കൂടി വേണ്ടതുള്ളതുകൊണ്ട് ആ 3 സീറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഏതായാലും അതിപ്പോൾ നമ്മൾ ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് പുറത്ത് വരും. 9 മണിയോടെ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് പുറത്ത് വരും. ലിസ്റ്റ് പുറത്ത് വിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്മൃതി, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ CPM ഇവിടെ നടത്തുന്ന ഒരു തട്ടിപ്പ്. അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ രംഗത്തേക്ക് പോയി എന്നാണ് അവർ അവകാശം. അതിലേക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ മൂന്നിടത്തെ പേരുകൾ രാഹുൽ തന്നെ പറയും. എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അത് നാളെ തീരുമാനമാകുകയുള്ളൂ എന്ന് പറയുമ്പോൾ തർക്കമല്ല എന്ന് പറഞ്ഞാലും തർക്കം തന്നെയാണല്ലോ. 3ഓളം പേരുകൾ എന്ന് പറയുമ്പോൾ ആ പേരുകൾ ഏതൊക്കെ പേരുകളാണ്, ആ പേരുകളിൽ ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതും പ്രശ്നമാണ്. ഗ്രൂപ്പ് തർക്കമുണ്ട് എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഗ്രൂപ്പാണ് ഇതിൽ ഈ സ്ഥാനാർത്ഥി നിശ്ചയത്തിൽ കാര്യങ്ങൾ വഹിക്കാനുള്ള കാരണം എന്നുള്ളത് പ്രധാനം തന്നെയല്ലേ? എനിക്ക് രാഷ്ട്രീയം അറിയാവുന്ന, കോൺഗ്രസ് രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും അറിയാവുന്ന ഗ്രൂപ്പല്ലാതെ. സ്മൃതി, അങ്ങനെ സംസാരിക്കാതിരിക്കുന്നേ. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ചോദിക്കുന്നത് ആലപ്പുഴയിലും ആറ്റിങ്ങലും ഒക്കെ എന്ത് ഗ്രൂപ്പ് തർക്കമാണ് ഉള്ളത്? അവിടെ സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരിടത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വരേണ്ട കാര്യങ്ങളാണ്. എല്ലാ സംവിധാനങ്ങളും നോക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വനിതകളുടെ എണ്ണം വരേണ്ടി വരും, യുവാക്കളുടെ എണ്ണം വരേണ്ടി വരും, മറ്റു കാര്യങ്ങൾ എല്ലാം വരേണ്ടി വരും. അപ്പോൾ അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ 3 സീറ്റുകൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അതിനകത്ത് ഗ്രൂപ്പാണെന്ന് അങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക്? ഒരിക്കലുമല്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് KPC പ്രസിഡന്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ 13 പേരുടെ പേര് പറയാത്തത്? അവർ അച്ചടക്കമുള്ള ഈ സംഘടനയ്ക്കകത്തുള്ള സിസ്റ്റം അനുസരിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അവരത് പറയാത്തത്. അനുസരിച്ച് പോകണമെന്നാണ്. പക്ഷേ പല പേരുകളും നേരത്തെ തന്നെ പുറത്ത് വന്നിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ പറഞ്ഞതല്ല. വയനാട്ടിൽ നിങ്ങൾ ഈ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ വയനാട്ടിലെ കാര്യം കൂടി വിശദീകരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തുകൊണ്ടാണ് ഇപ്പോൾ വടകരയിൽ ക്ലിയർ ചെയ്യപ്പെട്ടത്? ഗ്രൂപ്പ് ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? എങ്ങനെ ക്ലിയർ ചെയ്യപ്പെട്ടത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുണ്ടോ? ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഗ്രൂപ്പല്ല. ഈ എവിടെയാണ് ഇതിനകത്തൊരു ഗ്രൂപ്പ് ചർച്ച പുറത്തു വന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു നേതാവിൻ്റെതായ ഒരു വാക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതാണ് അടിസ്ഥാനപരമായ വിഷയം. ഞങ്ങൾക്ക് ഇതിനകത്ത് വി ആർ സ്ട്രഗ്ലിംഗ് ഫോർ ദ എക്സിസ്റ്റൻസ്. ഞങ്ങൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ്. ഞങ്ങൾ ഇതിനകത്ത് ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, ഞങ്ങൾ ഉമ്മൻചാണ്ടിയുമായി ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ 3 പേരും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനങ്ങളാണ്. ഞങ്ങൾ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ എടുത്ത പേരുകൾ. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ എന്നാൽ പിന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി മാത്രം പോരെ? സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഒറ്റക്കെട്ടായി ഒറ്റ പേരുകളിലേക്ക് പോകാതെ വരുമ്പോഴാണ് പാനലാക്കി മേളിലേക്ക് കൊടുക്കുന്നത്. അതവിടെ തീരുമാനമെടുക്കും. അവിടെ തീരുമാനമെടുക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് 1-2 കാര്യങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി 13 ക്ലിയർ ചെയ്തിരിക്കുന്നു. 3 എണ്ണത്തിനകത്ത് ഒന്നിലധികം പേരുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരാം. അതുകൊണ്ടാവും മാറ്റി വെച്ചിരിക്കുന്നത്. ഏതായാലും അതും ഇന്ന് നാളെയായിട്ട് അനൗൺസ് ചെയ്യപ്പെടും. ഇതിനകത്ത് നിങ്ങൾ ഗ്രൂപ്പ് എന്ന് പറയുന്നതിനകത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയണം. കേട്ടുകഴിവിയുടെ അടിസ്ഥാനത്തിൽ പറയാം. വയനാട്ടിൽ സിദ്ദിഖിന് സീറ്റ് കൊടുക്കണം എന്നുള്ളത് ഉമ്മൻചാണ്ടി കടുംപിടുത്തം പിടിക്കുന്നു. വയനാട് പോലെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഷുവർ സീറ്റുകളിൽ ഒന്നായ വയനാട്ടിൽ ഞാൻ പറഞ്ഞോട്ടെ, ആ വയനാട്ടിൽ സ്ഥാനാർത്ഥി മോഹികളായി നിരവധി ആളുകൾ ഉണ്ടാവും. സ്വാഭാവികമാണ്. അത് എയും ഐയും ബിയും സിയും ഡിയും എല്ലാം ഉണ്ടാവുന്നേ. അങ്ങനല്ല, നിങ്ങൾ അതിനെല്ലാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, ഒന്നിലധികം സ്ഥാനാർത്ഥികൾ വിജയസാധ്യത ഉള്ളത് ഒന്നിലധികം ആളുകൾ വരുമ്പോൾ അതിനകത്ത് ഏറ്റവും നല്ലതായിരുന്നു കണ്ടെത്തുക എന്നുള്ളത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഏറ്റവും നല്ല ആളെ കണ്ടെത്തുക. ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഗ്രൂപ്പ് നേതാവ് എന്റെ കൂടെയുള്ള ഇന്ന ആളെ നിർത്തണമെന്ന് നിങ്ങളോട് പറഞ്ഞോ സ്മൃതി? എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് ബിജെപിയിലെ വെറുതെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകരുത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ശ്രീ ഉമ്മൻചാണ്ടി ആരോടെങ്കിലും പറഞ്ഞിട്ടോ? നിങ്ങളുടെ ഇതുണ്ടോ?
വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ ഉണ്ടാകുക തന്നെ വേണം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഞങ്ങൾ അത് ചർച്ച ചെയ്യും. താങ്കൾ ഇങ്ങനെ രോഷം കൊള്ളുന്നതിനാണ് അവിടെ 3 പേരുകൾ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ആ തർക്കത്തിലുള്ളതാണ്. നാളെ മാത്രം പ്രഖ്യാപിക്കാനിരിക്കുന്ന മണ്ഡലമാണത്. താങ്കൾ ഇതിനാണ് ഇങ്ങനെ തർക്കിക്കുന്നത്. ഞാനല്ല തർക്കിക്കുന്നത്, സ്മൃതിയാണ് അനാവശ്യമായി തർക്കിക്കുന്നത്. മണ്ഡലമാണ് ജ്യോതി. തർക്കമുണ്ട്, ഒന്നിലധികം പേരുകളുണ്ടെന്നേ. അത് സംയമനത്തിലൂടെ ഞങ്ങൾ കണ്ടെത്തും. എനിക്ക് അസ്വസ്ഥതയില്ല, താങ്കളാണ് അസ്വസ്ഥത. ഗ്രൂപ്പില്ല എന്ന് പറയുന്നതാണ് തമാശയാകുന്നത്. ശ്രീ JR പത്മകുമാർ, നാളെ മൂന്നിടത്തെ തർക്കമേ ഉള്ളൂ. വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ. നാളത്തോടു കൂടി മുഴുവൻ പട്ടികയുമാവുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് എന്താണ് തീരുമാനം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ലിസ്റ്റിനെ സംബന്ധിച്ച് ഏകദേശം ധാരണ ആയിട്ടുണ്ട്. നേരത്തെ നിരവധി തവണ ചർച്ച ചെയ്ത കാര്യമാണ്. കേരളത്തിലെ 3 സീനിയർ നേതാക്കന്മാർ 3 മേഖലയായി തിരിച്ച് എല്ലാ മണ്ഡലത്തിലും, എല്ലാ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും വന്ന് പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ അഭിപ്രായം ചോദിച്ച് ഒരു റിപ്പോർട്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് കൊടുക്കുകയും അത് സംസ്ഥാന കോർ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ചെയ്ത് ആ ലിസ്റ്റാണ് ഇപ്പോൾ സംസ്ഥാന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് പോയിരിക്കുന്നത്. 3 പേര് വീതം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ ഉണ്ടാവും എന്നുള്ളതാണ് കാര്യം. ഈ പറഞ്ഞതുപോലെ 400-ൽ കൂടുതൽ സീറ്റുകളുടെ കാര്യങ്ങൾ നോക്കണം. ആദ്യം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 11 തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആ സ്ഥലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ നിശ്ചയിക്കണം. അപ്പോൾ അതനുസരിച്ച് ആ പ്രയോറിറ്റി അനുസരിച്ചിട്ട് മിക്കവാറും ഇന്നോ നാളെയോ ലിസ്റ്റ് പുറത്തു വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കത്തിന്റെ പ്രശ്നവുമില്ല. നിങ്ങളെ സംബന്ധിച്ച് പത്തനംതിട്ടയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തർക്കമുണ്ട് എന്ന് പറഞ്ഞ് സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നു, ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെ 3 ലിസ്റ്റുണ്ട്, 3 പേരുടെ ലിസ്റ്റുണ്ട്. അതിലിപ്പോൾ സംസ്ഥാന പ്രസിഡന്റിന് മത്സരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എങ്കിൽ പിന്നെ അതിനൊരു തടസ്സം ഉണ്ടാവാൻ സാധ്യതയില്ല. പേരുകൾ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. 3 പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കി പോയിട്ടുള്ളത്. അതിൽ സംസ്ഥാന പ്രസിഡന്റുമുണ്ട്. സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് അവിടെ മാത്രമല്ല, ഈ അവിടെ ഉള്ള അവിടെ പേര് പറഞ്ഞിട്ടുള്ള 3 പേരും പല മണ്ഡലങ്ങളിലും ഉണ്ട്. അത് അവരുടെ അഭിപ്രായമല്ല, പ്രവർത്തകരുടെ അഭിപ്രായമാണ്. ഞങ്ങളുടെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരുടെ അഭിപ്രായമാണ്. പ്രവർത്തകരുടെ മാത്രമല്ല ശ്രീ JR, പുറത്തേക്ക് വരുന്ന വിവരം ഈ ശ്രീധരൻപിള്ളയ്ക്ക് പത്തനംതിട്ട വേണം. ഇപ്പോൾ കണ്ണന്താനം, ഏറ്റവും ഒടുവിൽ കണ്ണന്താനത്തിനും വേണമെന്ന് പറഞ്ഞു. MT രമേശ് വേറെ എവിടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ പേര് കോഴിക്കോടേക്ക് നിങ്ങൾ ലിസ്റ്റ് കൊടുത്തതിൽ കോഴിക്കോടാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് പത്തനംതിട്ടയാണ്. ഇപ്പോൾ ഏറ്റവും രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹത്തിന്റെ പേരും കേൾക്കും. PK കൃഷ്ണദാസ്, CK പത്മനാഭൻ, ഇവരാണ് ആ ലിസ്റ്റ് തയ്യാറാക്കിയത്. ഓരോരുത്തരും പ്രവർത്തകരുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം 3 പേരുടെ ലിസ്റ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന പ്രസിഡന്റിന് എവിടെയെങ്കിലും ഒരിടത്ത് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു തർക്കമില്ല. അദ്ദേഹം നേരിട്ട് പാർട്ടി കോർ കമ്മിറ്റിയിൽ പറയുകയും അത് കോർ കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്യും. അതിന് ഒരു തടസ്സമില്ല. അദ്ദേഹം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് 1-ൽ കൂടുതൽ മണ്ഡലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ടല്ല. അതേപോലെ ജനറൽ സെക്രട്ടറിമാരുടെ പേര് MD രമേശിന്റെ പേരായാലും ശോഭാ സുരേന്ദ്രന്റെ പേരായാലും AN രാധാകൃഷ്ണന്റെ പേരായാലും എല്ലാവരുടെ പേരും, അവരുടെ MD രമേശിന്റെ പേര്, ഇവരെല്ലാവരുടെ പേരുകളും പല മണ്ഡലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് യുക്തമായ ഒരാളിനെ സെലക്ട് ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. അത് തീരുമാനിക്കുക. അതിന് ഞങ്ങളുടെ ഇടയിൽ തർക്കവും ഇല്ല. എൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് മണ്ഡലങ്ങളിൽ. പക്ഷെ അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഞാൻ പ്രചരിപ്പിക്കാൻ പറ്റും. അത് അഭിപ്രായ വ്യത്യാസമാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഇന്ന് അതിന്റെ ചർച്ച നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ നാളെ പ്രഖ്യാപിക്കും. ഇതിൽ ആകെ ഒരു പ്രശ്നം ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു താമസം വന്നിട്ടുള്ളത്, ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് BDJSന്റെ ചെയർമാൻ തൃശ്ശൂർ മത്സരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സീറ്റ് നൽകുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ എളുപ്പമാവും. അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ല എന്നാണ് പറയണമെങ്കിൽ ഞങ്ങൾ നിശ്ചയിച്ച കാര്യങ്ങളനുസരിച്ച് ബാക്കി മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടൊരു തർക്കമില്ല. BDJSന് ഒരു സീറ്റ് കൊടുക്കുമ്പോൾ അതിൽ ആരും മത്സരിക്കണമെന്ന് അവരാണ് നിശ്ചയിക്കേണ്ടത്. എങ്കിലും അദ്ദേഹത്തിന് ചെയർമാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ സീറ്റിനെ സംബന്ധിച്ച് കൺസിഡർ ചെയ്യുമായിരിക്കും. ഞാനത് കൺസിഡർ ചെയ്തു എന്നുള്ള കൺസിഡർ ചെയ്യുമായിരിക്കും. എന്തായാലും അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നോ നാളെയോ മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് തന്നെ ഒരുപക്ഷെ ഏകദേശം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരും. ഒരു മണ്ഡല ക്ലാസിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല. പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഇന്ന് തന്നെ അപ്പോൾ ഈ BJPയിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തർക്കമില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിലും സ്ഥാനാർത്ഥിത്വത്തിൽ തർക്കമില്ല എന്ന കാര്യം താങ്കൾ സമ്മതിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ. കോൺഗ്രസ് ഞാൻ അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലെന്നോ CPMൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. താങ്കൾ ശ്രുതി എന്നോട് ചോദിച്ചത് BJPയുടെ കാര്യമാണ്. കോൺഗ്രസിലെ ഇപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങളുടെ കാര്യം നാളെ പറയുള്ളൂ എന്ന് പറയുമ്പോൾ തർക്കത്തിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും 1-ൽ കൂടുതൽ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് വരുമ്പോൾ
പല ആസ്പെക്റ്റും ചർച്ച ചെയ്യേണ്ടി വരും. വിന്നബിൾ ജയിക്കാനുള്ള സാധ്യത, ആ കാൻഡിഡേറ്റായി വരുന്ന ആളുകളുടെ അവരുടെ സ്വാധീനം, അതുപോലെ തന്നെ സംഘടനാപരമായ മറ്റ് കാര്യങ്ങൾ, ആ പല ഇക്വേഷൻസ് നോക്കി ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പല ചർച്ചകളും വേണ്ടി വരും എന്നുള്ളത് എല്ലാ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. പക്ഷേ ഇവിടെ ഞാൻ ഈ പറഞ്ഞത് ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആനന്ദലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോൺഗ്രസിൻ്റെയും CPM BJPയുടെയും നയങ്ങളൊന്നാണ്. ഇവരെന്തിനാ തർക്കിക്കുക? ഈ നയങ്ങൾ വ്യത്യാസമാണെന്ന് പറയുന്ന കോൺഗ്രസുമായിട്ടാണ് എല്ലായിടത്തും അലയൻസിന് വേണ്ടി ശ്രമിക്കുന്നത്. അവരെ അധികാരത്തിലേറ്റുകയാണ് ഇവരുടെ പ്രത്യേക ദൗത്യം എന്ന് പറയുന്നത്. ആ ഒരു ഇഷ്യൂ കേരളത്തിൽ വളരെ പ്രധാനമാണ്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നൊരു നിലപാടാണ് അവർ എടുക്കുന്നത്. പക്ഷെ പുറത്ത് പറയുന്നത് ഇതല്ല, ഞങ്ങൾ കോൺഗ്രസിനെയും BJPയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. ആ കാപട്യം ജനങ്ങൾ തിരിച്ചറിയും ഈ തെരഞ്ഞെടുപ്പ്. ശ്രീ ആനന്ദലവട്ടം, കാര്യങ്ങൾ കോൺഗ്രസിന്റെ തീരുമാനം ഏകദേശമായി കഴിഞ്ഞിരിക്കുന്നു. 13 പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ പ്രതീക്ഷിക്കാം. 3 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ നാളെ തീരുമാനം. നമ്മുടെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രസിഡന്റ് വന്നത് ഇപ്പോഴാണ്. മുമ്പ് വരെ സ്ഥാനാർത്ഥി വന്നതിന് ശേഷമാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പ്രചരണത്തിന് വരുന്നത്. ഇത്തവണ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഒരു തർക്കമൊന്നുമില്ല, ഗ്രൂപ്പില്ല, ഒരുമിച്ച് തീർക്കുമ്പോഴൊക്കെ നല്ലത് തന്നെ, തീർക്കട്ടെ. പക്ഷേ ഇപ്പോഴില്ല. ഈ മൂവ്മെൻറ്റിൽ പോലും 13 പേരുടെ പേരെ അരമണിക്കൂർ കഴിഞ്ഞ് പ്രഖ്യാപിക്കും. ചാമക്കാല പറഞ്ഞു, കണ്ട ഇവരാരും പേര് പറയാതിരിക്കുന്നണ്ട, പ്രഖ്യാപിക്കാതിരിക്കേണ്ട. അത് നമുക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയില്ലേ. എൻ്റെ പാർലമെൻ്ററി ബോർഡാണ് പ്രഖ്യാപിക്കുക പാർലമെൻറ്റിലേക്ക്. അതാണ് ഒരു കീഴ്വഴക്കം. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അവിടെ പറഞ്ഞ ശേഷം അവിടെ നിന്നാണ് പ്രഖ്യാപിക്കുന്നത്, അല്ലാതെ പ്രഖ്യാപിക്കില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു നടപടിക്രമങ്ങളുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി എന്ന് തന്നെ. അവർക്ക് ഇവിടെ ഇടതുപക്ഷ മുന്നണിയെ നേരിടാനുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്നതിൽ ഈ രണ്ടാൾക്കാരും ബുദ്ധിമുട്ടുകയാണ്. അവരുടെ വ്യക്തികളെ കണ്ടെത്തിയാൽ നേരിടാൻ കഴിയുമെന്നാണ് ഇവർ കരുതുന്നത്. വ്യക്തികളെന്നുള്ളതല്ല, ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇവിടെ പത്മകുമാർ പറഞ്ഞതുപോലെ കോൺഗ്രസ് നമ്മളും കൂടെ ധാരണ ഉണ്ടാക്കി അവിടെ ഭരിക്കാൻ ഒരുമിച്ച് പോവുകയാണ്. നിങ്ങൾക്കറിയുമല്ലോ, 2004 തെരഞ്ഞെടുപ്പിലും വാജ്പേയി ഗവൺമെൻറ് താഴെ ഇറക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മുന്നണി ഉണ്ടാക്കിയല്ല മത്സരിച്ചത്. റീജിയണൽ പാർട്ടികളും ലെഫ്റ്റ് പാർട്ടികളും കോൺഗ്രസും മത്സരിച്ചു. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ല. വാജ്പേയി താഴെ ഇറക്കുന്നതിന് വേണ്ടി ജനാധിപത്യ മതേതര ശക്തികൾ ഒരുമിച്ച് അതിന് പിന്തുണ. ഞങ്ങളോടൊത്തും കൂടെ മന്ത്രിസഭയിൽ ചേരാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചേർന്നില്ലല്ലോ. ഞങ്ങൾ മന്ത്രിസഭയിൽ ചേർന്ന് ഞങ്ങളുടെ നയം നടപ്പാക്കാൻ കഴിയുമെങ്കിലേ ചേരും. കോൺഗ്രസിന്റെ നയം നടപ്പാക്കാൻ മന്ത്രിസഭയിൽ ചേരുന്ന പണിയില്ല. ശരി, ശ്രീ ആനന്ദലവട്ടം, താങ്കൾ നേരത്തെ പറഞ്ഞു രാഹുൽ ഗാന്ധി നേരത്തെ ഇപ്പോൾ കേരളത്തിൽ എത്തിയതിനെ കുറിച്ചല്ലേ താങ്കൾ പറഞ്ഞത്? കേരളത്തിൽ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്വീകരണം ജനവിധി എന്തായിരിക്കുമെന്നതിൻ്റെ കൃത്യമായ സൂചനയായിട്ടുണ്ട് എന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. അത്രയ്ക്കും ജനങ്ങളായിരുന്നു രാഹുലിന്റെ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്നത്. അത്രയധികം ചോദ്യങ്ങൾ വന്നു, പ്രതീക്ഷയോടുകൂടിയുള്ള ചോദ്യങ്ങൾ വന്നു. അതിനൊക്കെ കൃത്യമായി രാഹുലിന്റെ മറുപടി, ആ ഇൻട്രാക്ഷൻ തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്, ആത്മവിശ്വാസം നൽകുന്നതാണെന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്. അത് അങ്ങനെയല്ലേ പറയാൻ ഒക്കൂ? രാഹുൽ ഗാന്ധി വന്നിട്ട് ആൾ കൂടിയില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ ഒക്കുമോ? എന്നാൽ പിന്നെ അദ്ദേഹം പിന്നെ കോൺഗ്രസിനുണ്ടാകുമോ? അതുകൊണ്ട് അതെല്ലാം പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വന്ന് ആൾ കൂടിയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനോടെടുക്കുന്ന സമീപനം, BJP എടുക്കുന്ന സമീപനം നമുക്ക് നന്നായി അറിയാമല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ അത് സ്പഷ്ടമാകാൻ പോവുകയാണ്. കോൺഗ്രസിന് എന്തിനു കൊടുക്കണം? ഇവർക്ക് വോട്ട് കൊടുത്താൽ ഇവർ ഇവിടെ തന്നെ നിൽക്കുമെന്നുള്ളത് എന്താ ഉറപ്പ്? ഇവരില്ലാതെയും കോൺഗ്രസിൻ്റെ BJP അത് ഇവർക്കൊരു ഗുണം കിട്ടുമെന്ന് ഇവർ ധരിക്കുകയും വേണ്ട. കാരണം ഇവരില്ലാതെ തന്നെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് കോൺഗ്രസിൻ്റെയും മറ്റിടതുപക്ഷ പാർട്ടികളുടെയും റീജിയണൽ പാർട്ടികളുടെയും ആളുകൾ ജയിച്ചു വന്നാൽ BJP ഇതര ഗവൺമെൻറ് ഉണ്ടാവും. അത് ഇവിടെ ഇവർ ജയിക്കണമെന്ന്. ഇവർ 2004 തെരഞ്ഞെടുപ്പ് ഒറ്റ കോൺഗ്രസ് ജയിച്ചില്ലല്ലോ 20 സീറ്റിൽ. ഇവിടെ ഇപ്പോൾ ജയിച്ചില്ലല്ലോ. അവിടെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഉണ്ടായില്ലേ? CPM ജയിച്ചാലും കോൺഗ്രസിന് ഗുണമെന്നാണ്. അതുകൊണ്ടല്ല BJPക്ക് ഞാൻ അക്കാര്യത്തിൽ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ പിന്തുണ കൊടുക്കും ചില നയത്തിൻ്റെ ചില പരിപാടിയുടെ അടിസ്ഥാനത്തിൽ. അത് സ്മൃതി വളരെ താങ്കൾ ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ കണ്ട് കാസർഗോഡ് ചെന്ന് 2 ആളുകൾ മരിച്ച് അവരുടെ രക്ഷകർത്താക്കളെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു വാക്ക് പിണറായി വിജയനെതിരായിട്ട്, പിണറായി വിജയന്റെ ഈ അട്രോസിറ്റി, ഈ അക്രമത്തിനെതിരായിട്ട് ഒരു വാക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞോ? അല്ല എന്താ ഒരു വാക്ക് പറഞ്ഞില്ല. പിണറായി വിജയന്റെ നയങ്ങൾക്കെതിരായിട്ട് ഒന്നും പറഞ്ഞില്ല. പിണറായി വളരെ സോഫ്റ്റായിട്ട് തലോടി വിടുക എന്നുള്ളൊരു നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവർ ചക്രത്തിൽ പോരും മാത്രമാണ്. ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. പിന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കേട്ടു